കുവൈറ്റ് തുറമുഖത്ത് വീണ്ടും വൻ വിദേശ മദ്യ കള്ളക്കടത്ത് കണ്ടെത്തി. കുവൈറ്റ് കസ്റ്റംസിന്റെ പരിശോധനയ്ക്കിടയിലാണ് ഇരുമ്പ് പെട്ടിയിൽ കടത്താൻ ശ്രമിച്ച വൻ മദ്യശേഖരം പിടിച്ചെടുത്തത്. കസ്റ്റംസ് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിനും കള്ളക്കടത്ത് ശ്രമങ്ങൾ ചെറുക്കുന്നതിനുമുള്ള കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായി തുറമുഖ കസ്റ്റംസ് വിഭാഗത്തിന്റെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡെപ്യൂട്ടി മേധാവി ശ്രീ സാലിഹ് മുഹമ്മദ് അൽ ഒമറിന്റെ സാന്നിധ്യത്തിൽ നിയമപരമായ മുൻകരുതൽ പരിശോധനാ നടപടിക്രമങ്ങൾ നടത്തുന്നതിനിടയിൽ രാജ്യത്തെത്തിയ ഒരു കണ്ടെയ്നറിൽ നിന്ന് 3144 മദ്യക്കുപ്പികൾ പിടിച്ചെടുത്തതായി വകുപ്പ് അറിയിച്ചു. ഔദ്യോഗിക വിശദീകരണം സൂചിപ്പിക്കുന്നത് കണ്ടെയ്നറിൽ ഇരുമ്പ് ഷീറ്റുകൾ അടങ്ങിയതായി കസ്റ്റംസ് ഡിക്ലറേഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിയമപരമായും വ്യക്തമായ കാലയളവിനുള്ളിൽ രേഖകൾ സമർപ്പിക്കാൻ കഴിയാത്തതിനാൽ ഇത് അനധികൃത കണ്ടെയ്നർ എന്ന നിലയിലേക്ക് മാറ്റുകയും തുടർന്ന് നിയമ നടപടികൾക്കനുസൃതമായി മുൻകരുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. തുടർന്നാണ് കണ്ടെയ്നറിനുള്ളിൽ നൂതനമായ രീതിയിൽ ഒളിപ്പിച്ച നിലയിൽ കള്ളക്കടത്ത് കണ്ടെത്തിയത്. പിടിച്ചെടുത്ത വസ്തുക്കൾ സ്വീകരിക്കുന്നതിനും ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനും അധികാരികൾക്ക് റഫർ ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിനായി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ ഡ്രഗ്സ് കൺട്രോളുമായി ഏകോപിപ്പിച്ച് ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. സമൂഹത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് നിയമങ്ങളും നിയന്ത്രണങ്ങളും നടപ്പിലാക്കുകയും ഇത്തരം നിയമവിരുദ്ധ നടപടികളിൽ ഏർപ്പെടുന്നവരെ കർശനമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.